പൂവച്ചൽ സ്കൂളിലെ +2 വിദ്യാർത്ഥി അസ്ലമിന് കുത്തേറ്റു. +1 വിദ്യാർത്ഥികളായ 4 പേർ ചേർന്നാണ് അക്രമം നടത്തിയത്. ഇന്ന് സ്കൂളിന് അവധിയായിരുന്നു. പൂവച്ചൽ ബാങ്ക് നട ജംഗ്ഷനിൽ വെച്ചാണ് സംഭവം. ഗുരുതരമായി പരിക്കേറ്റ അസ്ലമിനെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ശ്വാസകോശം തുളച്ചാണ് കുത്തേറ്റിരിക്കുന്നത്. ഉച്ചയോടെയാണ് സംഭവം നടന്നത്. ഒരു മാസം മുമ്പ് സ്കൂളിലെ +1 വിദ്യാർത്ഥികളും +2 വിദ്യാർത്ഥികളും തമ്മിൽ അക്രമം നടന്നിരുന്നു. പ്രധാന അധ്യാപക ഉൾപ്പെടെയുള്ളവർക്ക് അക്രമത്തിൽ പരിക്കേറ്റിരുന്നു. അന്നത്തെ അക്രമത്തിന്റെ ബാക്കിയാണ് ഈ സംഭവം എന്നാണ് പോലീസ് പറയുന്നത്. പൂവച്ചൽ ജംഗ്ഷനിൽ വെച്ചാണ് സംഭവം നടന്നത്. 12 മണിയായപ്പോഴും എൻ്റെ മോനാണെങ്കിൽ അവിടെ നിന്ന് ഞാൻ മാമിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. താഴെ മുകളിലാണ് നമ്മൾ താമസിക്കുന്നത്. അവൻ ഒരുങ്ങി താഴെ ഇറങ്ങി വന്നിട്ട് ഇനി ഞാൻ എൻ്റെ കൂട്ടുകാരനെ കാണാൻ പോവുകയാണ് എന്നും പറഞ്ഞ് അവൻ ഇറങ്ങി വന്നു. അതിന് ശേഷം കൂട്ടുകാരനെ കാണാൻ പോകണമെന്ന് എന്ന് പറഞ്ഞിട്ട് അതിനുശേഷം എന്നെ പോകണമെന്ന് വിളിച്ചില്ല. കുറേ സമയം കഴിഞ്ഞ് പിന്നെ ഒരു കൂട്ടുകാരൻ വന്ന് ചോദിച്ച് മാമി അസ്ലം ഇവിടെ പോയിരുന്നു. ഞാൻ മോനെ നിന്റെ വീട്ടിൽ വരണമെന്ന് പറഞ്ഞാണ് അങ്ങോട്ട് വന്നത്, വന്നില്ലേ? മാമി വന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇവൻ ആരെ ഫോൺ വിളിച്ച് ചോദിച്ചു. ഇവൻ്റെ കൂട്ടുകാരനെ തന്നെ വിളിച്ച് ചോദിച്ചു. അപ്പോൾ പറഞ്ഞ് അസ്ലം പുത്തുകൊണ്ട് നെയ്യാറെ മെഡിസിറ്റി ഹോസ്പിറ്റലിലാണ് എന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ അതെന്തോന്ന്, അത് ആരോ കുത്തിയെന്നാണ് മാമി പറയുന്നത്. എനിക്കറിയില്ല, ആരും അറിയില്ല. ഞാൻ അതുപോലെ ഹോസ്പിറ്റലിൽ വരെ പോയിട്ട് മാമി അന്വേഷിച്ചിട്ട് എന്നെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞ് ഞാൻ പിന്നെ വരാം എന്ന് പറഞ്ഞ് ഞാൻ ഇതുപോലെ ഇത് സീരിയസ് ആണെന്നൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞ് മോ ഒന്ന് അന്വേഷിച്ചിട്ട് എന്നെ വിളിക്കണേ. എന്നാ ശരി മാമി, ഞാൻ അന്വേഷിച്ചതിന് ശേഷം മാമി വിളിക്കാം എന്ന് മോൻ പറഞ്ഞു. അപ്പോഴും ഞാൻ കുറച്ച് കഴിഞ്ഞ് മാമിയുടെ ഫോണിൽ നിന്ന് വാങ്ങിച്ച് അവനെ വിളിച്ചു. അപ്പോൾ പറഞ്ഞ് മാമി ഒന്ന് സീരിയസ് ആണ്, ആരാണെന്ന് പൂവച്ചലോട്ടാണ് അവൻ പോയത്. അപ്പോഴാണ് അവനെ കുത്തിയത്. ആരാണെന്ന് അറിയില്ല, അവൻ്റെ സ്കൂളിൽ പഠിക്കണമെന്ന് ഇപ്പോഴും പറയുന്നു. നല്ല ആഴത്തിലുള്ള കുത്താണ്. മാമി ഒന്ന് വരുമോ? എന്നാ മോനെ ഞാൻ ഇതാ വരുന്നതെന്ന് പറഞ്ഞ് മാമിയോട് പൈസ വാങ്ങിച്ച് ഞാൻ ബസ് കയറിഞ്ഞ് വന്നു. ഇവിടെ വന്നപ്പോഴാണ് മോന് ബ്ലഡ് വായിൽ കൂടെ ഛർദ്ദിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ വന്നപ്പോഴും. ഇവൻ ആഴത്തിലുള്ള കുത്താണ് കിട്ടിയെന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് എന്നോട് പറയുകയാണ്.